back to another vlog. ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളതേ അടുത്ത ലോഡ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു അവിടെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടൈറ്റൽ പാർക്കിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ കട്ടാങ്ങളിൽ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റിയത്. അപ്പോൾ ലോഡൊക്കെ കയറ്റി നമ്മൾ ബില്ല് റിസീവായി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏത് വഴിക്കാണ് പോകണമെന്ന് വെച്ചാൽ ഈ കട്ടാങ്ങളിൽ നിന്ന് നമ്മൾ ഗിണ്ടി മെട്രോ കയറി അങ്ങനെ ലിറ്റിൽ മൗണ്ട് മെട്രോ ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഈ കട്ടങ്ങൾ ബാക്ക് സൈഡാണിത്. അപ്പോൾ അത് നമ്മൾ ഈ കട്ടങ്ങൾ മെട്രോ ഗിണ്ടി മെട്രോൻ്റെ അവിടെ എത്തി. കാലത്ത് നേരം തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നല്ല ട്രാഫിക്കാണ് ഈ ഏരിയയിൽ. ഇപ്പോൾ ഏതാണ്ട് 10:15 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗാന്ധി മണ്ഡപം എത്തി. ഗാന്ധി മണ്ഡപത്തിൻ്റെ അവിടുത്തെ ഫ്ലൈ ഓവറാണ്. ഈ പാലം കഴിയുന്ന വരയ്ക്കും കുറച്ച് തിരക്കുണ്ടാവും, പിന്നെ ഫ്രീ ആയി. ഇപ്പം നമ്മുടെ ട്രാഫിക്കൊക്കെ ഒന്ന് ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രാഫിക് വരെ ടൈറ്റൽ പാർക്കിൻ്റെ അവിടെയാണ്. അപ്പം നമ്മൾ മധ്യ കൈലാസമൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഏരിയ ഒക്കെ നല്ല IT കമ്പനികളുള്ള ഏരിയ, കോൾ സെൻറ്റർ, IT സെക്ടർസൊക്കെയാണ് ഇവിടെ. അപ്പോൾ ടൈറ്റൽ പാർക്ക് റോഡാണത്. ആ നേരെ കാണുന്നത് യു-ടേൺ ബ്രിഡ്ജാണ്. ഇത് യു-ടേൺ ബ്രിഡ്ജാണത്. അപ്പം നമ്മൾ പോയി യു-ടേൺ എടുത്ത് നമ്മളിതേ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് അടുത്ത് എത്തി തുടങ്ങി. ഇത് ഇടക്കേണ്ട അവിടെ എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് 10:15 എത്തിയതാണ്. ഇതുവരെ ഇറക്കാറായിട്ടില്ല. അപ്പോഴേക്കും നല്ല അടിപൊളി തല്ലൂട്ടങ്ങളൊക്കെ സംഭവിച്ചു ഇറക്കേണ്ട കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ വേഗം ഇറക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ അങ്ങനെ വലിയൊരു തല്ലൂട്ടത്തിന് ശേഷം നമുക്ക് ലോഡ് ഇറക്കി കിട്ടി. 1 മണിയായി ലോഡ് ഇറക്കി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ലോഡ് എടുക്കാനായിട്ട് വീണ്ടും ഈ കാട്ടാങ്ങലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാട്ടാങ്ങളിൽ നിന്ന് നമ്മൾ ലോഡ് കയറ്റി. അപ്പോൾ നമ്മൾ ഈ കാട്ടാങ്ങളിൽ നിന്നൊക്കെ ലോഡ് കയറ്റി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിരിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ ഉണ്ട്. ഇത് കത്തിപ്പാറ ഫ്ലൈ ഓവറാണ്. അപ്പം നമ്മളിവിടെ നിയർ ബൈ പുഴുതിവാക്കം റീച്ച് ആവാറായി. നല്ല ചൂടിൻ്റെ സമയം തുടങ്ങിയിട്ടാണ്. വെയിൽ കൊള്ളുമ്പോൾ ചുട്ട് നിറ ചെയ്യണം. അപ്പോൾ നമ്മൾ വേലച്ചേരി എത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്ററും കൂടിയുണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക്. ഇപ്പം തന്നെ നല്ല ചുട്ടുനീട്ട വെയിലിന്. ഇനിയിപ്പോൾ ചൂടുകാലമായി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ആ വഴിക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പെരുങ്കുടിക്കൊക്കെ പോവാം. അപ്പോൾ നമ്മൾ മേടവാക്കം എത്തി. ഇനി പാലത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോകണം. പാലം കയറി പോവുകയാണെങ്കിൽ താമ്പരം പോണതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മെട്രോൻ്റെ വർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് അടുത്തൊക്കെ എത്തി തുടങ്ങി. ഇനി ഒരു 6 കിലോമീറ്ററും കൂടി ഉള്ളൂ. സെമ്മഞ്ചേരി. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് നിയർ ബൈ എത്തി. ഇനിയിപ്പോൾ ഇറക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 4:15 ആകുമ്പോൾ നമ്മൾ ലോഡ് ഇറക്കി. ഇപ്പോൾ സമയം 5 മണിയൊക്കെ ആവാറായി. പക്ഷേ ലോഡൊന്നും ബുക്കായില്ല. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേലച്ചേരി എത്തി. നമ്മൾ വേലച്ചേരി പെരിയ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ വേലച്ചേരി ഫ്ലൈ ഓവർ കയറിയാണ്. നല്ലൊരു അടിപൊളി സൺസെറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും. ഇതാണ് ചെന്നൈയിലെ സൺസെറ്റ് വ്യൂ പോയിൻറ്റ്. സാധാരണ ഈ പാലത്തിൽ ഇരിക്കാൻ പാടില്ല, റെസ്റ്റ് ചെയ്യാൻ പാടില്ല, പക്ഷേ എല്ലാവരും വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിതേ പറഞ്ഞ് ഗിണ്ടി എത്തി. സമയം ഇപ്പോൾ 6:15.
കത്തിപ്പാറ ഫ്ലൈ ഓവറിൻ്റെ ഡൗൺ ആണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.